സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശനികാലം തീരാൻ പോവുകയാണോ? എന്താണ് സാറിന് തോന്നുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരള ഗവർണർ മാറുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചങ്കൂറ്റമുള്ള ഒരു ഗവർണർ. കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഗവർണർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ബീഹാറിലേക്ക് മാറ്റം കിട്ടി. എന്താണ് സാറിന് തോന്നുന്നത്? അതായത് നമ്മൾ കാണാത്ത രാഷ്ട്രീയ ചരട് വലികളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്ക് ഇന്നേ വരെ കയറിക്കൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കേരളം. ഈ കേരളത്തിൽ ബി ജെ പി വളർത്തിയെടുക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് തലകുത്തി മറിഞ്ഞിട്ടും ഇവിടെ നടക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടുത്തെ സാമൂഹ്യ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ മതഘടന, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതേപോലെ ഹിന്ദുക്കളും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അത് അടിസ്ഥാനപരമായി ഇവിടെ ബി ജെ പിക്ക് എതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളും കോൺഗ്രസ്സിലെ അണികളും. ശരിക്കും അങ്ങനെയാണ് കേരളത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ജാതി മത വർണ്ണ വ്യത്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. അല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ട് വളർത്തിയെടുത്ത് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നൊരു സ്ഥലമാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരാൻ ഏറ്റവും വലിയ മാർഗം നല്ലത് പിണറായി വഴിയാണെന്ന് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പിക്ചർ വേറെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് നമ്മൾ കാണുന്ന പോലെ പിണറായിയെ വരട്ടുകയാണ് ചെയ്യുന്നത്. വരട്ടിയിട്ട് അപ്പുറത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായി നടത്തിക്കുകയാണ്. നമ്മൾ കാണുന്നത് ഒരു അടിയാണ്, ഇടിയാണ്, പൊടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയല്ല. ഇവർ തമ്മിൽ വ്യക്തമായി മുകളിൽ തമ്മിൽ ധാരണയാണ്. ഈ പിണറായി വിജയനെ ഏതൊക്കെ തരത്തിൽ വരട്ടാം, അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ ഉരുട്ടാം, അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? ഇപ്പുറത്ത് മുകളിൽ നിന്നുള്ള പറയുന്ന പ്രകാരം കാര്യങ്ങൾ നീക്കുക. അയാൾ തൂക്കിത്തുണ്ടോ എന്നുള്ളൊരു ധാരണ വന്നാൽ അപ്പം തന്നെ ഇതാവും. ഇപ്പം എന്താണ് പ്രശ്നം വെച്ചാൽ, കഴിഞ്ഞ ഇലക്ഷനിൽ 2016 ഇലക്ഷനിൽ ഇവിടുത്തെ സകല തീവ്രവാദി മുസ്ലിം സംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അത് 2021 ആവർത്തിച്ചു. ഇപ്പം 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ ഇലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ വിജയരാഘവൻ പൊട്ടിച്ചത് എന്താണെന്നറിയാമോ? അതിന് അടുത്ത് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണനം വേണ്ട, ഭൂരിപക്ഷം, അതായത് മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം തീവ്രവാദമാണ് കോൺഗ്രസ് ജയിച്ചത്, രാഹുൽ ഗാന്ധി ജയിച്ചത്, പ്രിയങ്ക ഗാന്ധി ജയിച്ചത്, മാങ്കൂട്ടം ജയിച്ചത്. ഇത് ബി ജെ പി പറയേണ്ട ഒരു വാചകം. അതെ അതെ അതെ. പക്ഷെ അത് എന്തിനാണ് ഇവർ പറഞ്ഞതെന്ന് അറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഹിന്ദുവിനോട് താല്പര്യമുള്ള, ഹിന്ദുക്കളോട് താല്പര്യമുള്ള ഒരു പാർട്ടിയായിട്ട് ഭൂരിപക്ഷ സമുദായത്തോട്, ഹിന്ദു സമുദായത്തോട് അടുത്ത് നിൽക്കുന്നവരെന്ന് കാണിക്കാം. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ഹിന്ദുക്കളെ വോട്ട് കൊണ്ട് ജയിക്കുന്ന പാർട്ടി ആരാ? ഇപ്പൊ നേരത്തെ കോൺഗ്രസ് ജയിച്ചോണ്ടിരുന്നു, ബി ജെ പി ഇന്ത്യയില് ബി ജെ പി ആണ്. തീർച്ചയായിട്ടും ഞാൻ കേരളത്തിലെ ബി ജെ പി ആണ്. കേരളത്തിൽ ബി ജെ പി, ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ അല്ലാതെ ബി ജെ പി ഹിന്ദുത്വ പാർട്ടിയാണ്. ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ എന്നും അന്ന് മുതൽ ഇന്ന് വരെ ബി ജെ പി വിരുദ്ധ, RSS വിരുദ്ധ പാർട്ടിയാണ്. അതിൻ്റെ അകത്തൊരു പരിധിവരെ മുസ്ലിങ്ങൾ കണ്ടമാനമുണ്ട്. മലബാർ ഏരിയയിലൊക്കെ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇവര് RSSുമായി ബി ജെ പിയുമായി കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അലയൻസ് ഒക്കെ എന്ന് പറയുന്നത് പൂരം കലക്കി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതിൽ ബി ജെ പി കൃത്യമായി പറഞ്ഞ CPM കഴിഞ്ഞ 67 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത് 27 സ്ഥലങ്ങളിൽ CPM വിജയിച്ചതുകൊണ്ടാണ്. 5 സ്ഥലങ്ങളിൽ തിരിച്ച് നിയമത്തടക്കം തിരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും അണികൾ ബി ജെ പി വോട്ട് ചെയ്തില്ല. ഓക്കെ, തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ, ആറ്റിങ്ങൽ ലോക്സഭാ ഇലക്ഷൻ, തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ, ഇവിടെ ഓരോ ബൂത്തിലും കഴിഞ്ഞ തവണ 50 വോട്ട് വീതം ചെയ്യാൻ വേണ്ടി CPMന് അണികൾക്ക് നിർദ്ദേശിച്ചു. അത് കൃത്യമായി പാലിച്ചു. അതിലപ്പുറത്തേക്ക് പാർട്ടിൻ്റെ ബൾക്ക് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാനുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സന്നിവേശം ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെ മുഖച്ഛായ എന്നും RSSനെതിരാണെന്നാണ്. ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടുവന്ന് മുസ്ലിം തീവ്രവാദത്തിനെയും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിനെ അടുപ്പിച്ച് ഈ ഹിന്ദുത്വ പാർട്ടിയായിട്ട് RSSനെ ബി ജെ പിയോട് അടുക്കുന്നൊരു പാർട്ടിയായിട്ടും സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ പോലും ബി ജെ പിയോട് ഒട്ടിപ്പിക്കുക, ഇനി നാളത്തെ ഒരു പ്രശ്നം വന്നാൽ ഇതാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ
അവർ ചെയ്ത പ്ലാൻ. അപ്പൊ ആ പ്ലാനിന് വേണ്ടി ഇപ്പം ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിന്നാൽ ശരിയാവില്ല. പകരം പുതിയൊരു RSSന്റെ ആളെ കൊണ്ടുവരികയും ഇവിടെ നടക്കുന്ന ഇന്നലെ വരെ അടിച്ചിട്ട് പിണറായി വിജയനെ നിരപ്പാക്കുന്ന ഒരു തൻ്റെടിയായ യുവതുർക്കിയായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ. മുമ്പത്തെ ചന്ദ്രശേഖരന്റെ കൂടെയുള്ള പ്രധാനമന്ത്രി ചന്ദ്രശേഖരന്റെ കൂടെയൊക്കെയുള്ള പ്രവർത്തിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസിലെ യുവതുർക്കികളെയും വരട്ടെ എന്തിനെ നേരിടാൻ തൻ്റെ ഇടമുള്ള ആളുകളെ. പിന്നീട് BJP വന്നു. BJP വന്ന ശേഷം അദ്ദേഹം കേരളത്തിലെത്തി. കേരളത്തിൽ സകല സ്ഥലത്തും കയറി ഇറങ്ങും. ഒരു ഗവർണർ കാണിക്കാത്ത സകല ദണ്ഡിത്തരും അധികവും കാണിച്ചിട്ടുണ്ട്. താഴെ പോയി മിഠായി തെരുവിൽ പോയി സകല പ്രോട്ടോകോളും ലംഘിച്ച് പോടാന്ന് വെച്ചാൽ പോടാന്നുള്ള ആ തൻ്റെ അടുത്തോടെ പിണറായി വിജയനെ വർപ്പിച്ചിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. പക്ഷേ അതുകൊണ്ട് ഇവിടെ അധികാരം വരില്ല. ഇവർ തമ്മിലുള്ള ശ്രദ്ധ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ അധികാരത്തിൽ വരണമെങ്കിൽ RSS മനോഭാവമുള്ള ഒരു പാർട്ടി പിണറായിക്കുള്ള നിർദ്ദേശം കൊടുത്തത് എന്താ വെച്ചാൽ പാർട്ടിയെ RSSുമായിട്ട് യോജിപ്പിക്കുന്ന തരത്തിൽ ഹിന്ദുക്കൾക്ക് വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായിട്ട് മാറ്റണം. അങ്ങനെ വരുമ്പോൾ RSSന് BJPക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CPM അണികളുമായി നിർദ്ദേശം കൊടുത്താൽ ചെയ്യും. അവർ ആ രൂപത്തിൽ വളർത്തിയെടുക്കണം. ആ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ചേഞ്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നേരെ ബീഹാറിലേക്ക് കയറ്റി. ഈ വരുന്ന ആള് RSSകാരനാണോ? അയാള് ഗോവയിലെ RSSന്റെ പ്രമുഖ നേതാവാണ്. ഗോവയിലെ പ്രമുഖനായ നേതാവാണ് രാജേന്ദ്ര ആർലേക്കർ. ഞാൻ അവിടെ അന്വേഷിച്ചു. അവിടെയാണ് ശ്രീധരൻപിള്ളി ഉള്ളത്. ശ്രീധരൻപിള്ളി അവിടുത്തെ ഗവർണറല്ലേ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു RSSന്റെ പ്രമുഖനായ നേതാവാണ്. അപ്പം അദ്ദേഹം ഇവിടെ വരുത്തുന്നതിന് കാരണം ഇനി വരാൻ പോകുന്ന 2026 ഇലക്ഷനിൽ BJP പിണറായി വിജയൻ കൂട്ടുകെട്ട് ഇവിടെ ശക്തമായിരിക്കും. CPM കൂട്ടുകെട്ട്. അതിലൂടെ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം കൂടെ കോൺഗ്രസിനെ തടഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകും എന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത്. അപ്പം CPMനെ ഒരു ഹിന്ദുത്വത്തിൽ കൊണ്ടുപോയി മുസ്ലിം വിരുദ്ധ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പാർട്ടിയായിട്ട് മുസ്ലിം തീവ്രവാദവും മറ്റുമൊക്കെ പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കി പാർട്ടി RSSും BJPയും അടുക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അണികൾ പറഞ്ഞാൽ വോട്ട് ചെയ്യണം. ആർക്ക്? BJP വോട്ട് ചെയ്യണം. ഇന്നലെ വരെ അങ്ങനെ തലകുത്തി പറഞ്ഞാലും വോട്ട് ചെയ്യില്ല. അത് മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്. നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വെറുതെ ഒരു തെമ്മാടിയായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. ഈ സെനറ്റിലേക്കുള്ള ആൾക്കാർ എന്ത് പറയുന്നു? ഈ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലെ അംഗങ്ങൾ നമ്മൾ ആരും അറിയത്ത് പോലും ഇല്ലായിരുന്നു ആരൊക്കെയാണ് സെനറ്റ് മെമ്പർമാരെന്ന് പോലും. ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്തൊരു തീരുമാനം, അതൊക്കെ ഒരു ധീരമായ തീരുമാനമല്ലേ സാർ? അദ്ദേഹം പല തീരുമാനങ്ങൾ എടുത്തതും ശരിയായ തീരുമാനങ്ങളുണ്ട്, ശരിയല്ലാത്ത തീരുമാനങ്ങളുണ്ട്. അദ്ദേഹം ശരിയല്ലാത്ത തീരുമാനം എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം കുറെ ബില്ലുകൾ അയക്കാൻ കൊടുത്ത ശേഷം ഒപ്പിടാതെ കറക്റ്റ് ആവാഹിക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം. അത് ചെയ്യാതെ ചെയ്തത് പ്രതിപക്ഷം പോലും അദ്ദേഹത്തിനെ ഇവിടുന്ന് പറഞ്ഞ് ഗുണ്ടായിസമാണ്. രണ്ട്, അദ്ദേഹം ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്പെട്ട സെനറ്റുകളിലൊക്കെ ആളെ നിയമിച്ചതൊക്കെ തന്നെ BJPക്കാരെയൊക്കെ അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം ഒരു ലെവലും ഇല്ലാതെ അതൊന്നും ഒരു കാര്യമല്ല. അതേസമയത്ത് ജനാധിപത്യ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആളെ നിയമിക്കുകയും മറ്റേ അതേസമയത്ത് നിയമിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തിരുന്ന അദ്ദേഹത്തിന് ചെയ്തില്ല. പിന്നെ SFIയുടെ ഗുണ്ടായിസത്തെയും അതുപോലുള്ള ഗുണ്ടായിസങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം കയറി ചെല്ലുകയാണ്. ഗവർണർ എന്നുള്ള സ്ഥാനം മറന്നുകൊണ്ട് അദ്ദേഹം ഒരു ഈ നാടിന്റെ സംരക്ഷകനായിക്കൊണ്ട് ഈ നമ്മുടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നപ്പോൾ ആ വീട്ടിൽ പോയി, ADM നവീൻ ബാബുവിന്റെ കൊലപാതകം നടന്ന ആ വീട്ടിൽ പോയി, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം കയറി ചെല്ലുകയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ അപ്പുറം ഇവിടെ പ്രതിപക്ഷത്തിന്റെ ജോലി അദ്ദേഹം ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഇവിടുത്തെ BJP ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ വാർത്തയാണ്. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കി. അത് സത്യമാണ്. അതേ സമയത്ത് അദ്ദേഹം അധികാരം ദുരുപയോഗം ചെയ്യാനും കൂടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. നമ്മൾ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. എന്ത് പറയുന്നു ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അയാളെ ഇഷ്ടമല്ല എന്നുള്ളതല്ല, ഒരു വ്യവസ്ഥിതിക്കെതിരെ, ഒരു അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിക്കെതിരെ, ഗുണ്ടായിസത്തിനെതിരെ അദ്ദേഹം നേരിടുന്ന രീതി, അതായത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ബന്ധുക്കൾക്ക് നിയമനം കൊടുക്കുക, അത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾക്ക്, അതായത്
ഇവിടെയുള്ള രാജേഷിന്റെ ആയാലും പിന്നെ വിജയരാഘവന്റെ ആയാലും അതേപോലെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ നമ്മുടെ സ്പീക്കർ ഷംസീറിന്റെ ഭാര്യമാരാരാ? അല്ല സാറ് പറഞ്ഞ ആ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ വിഷയം. അതെ, ഇവരൊക്കെ വളഞ്ഞ വഴി കൂടെ പിന്നിൽ കൂടെ ആണ് പിൻവാതിൽ നിയമനത്തിലൂടെയാണ് ഇവര് അവരുടെ ബന്ധുത്വ പ്രൊഫസർമാരായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇവര് നിയമിക്കപ്പെടുന്നത്. അത് വളഞ്ഞ വഴി കൂടെ വരുമ്പോൾ ശരിയായ പാതയിലൂടെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പഠിച്ച ആളുകൾക്ക് സ്ഥാനങ്ങൾ തെറിപ്പിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുകയും പോരാട്ടം നടത്തുകയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ സർ സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ സെനറ്റ് സിൻഡിക്കേറ്റിൽ എല്ലാം കണ്ട CPM നേതാക്കന്മാരൊക്കെ ഇരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് കോൺഗ്രസിന്റെ ഒരാൾ ഇരിക്കുമ്പോൾ CPM കാരിരിക്കും, ഭരണത്തിൽ ഇരിക്കുമ്പോൾ. അങ്ങനെ വെറുതെ ഇരുന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അതൊക്കെ ഇദ്ദേഹം വന്ന ശേഷം അത് കറക്റ്റ് ആക്കി BJP-ക്കാർക്ക് വരെ അതിനകത്ത് അദ്ദേഹം അംഗത്വം കൊടുത്തു. അല്ല, അത് ആ രീതിയിലുള്ള ഒരു RSSകാരെ വലിഞ്ഞു കയറ്റുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹം അതേ സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടത് എന്താ, മെറിറ്റുള്ള ആൾക്കാരെ കണ്ടെത്തി കൃത്യമായ രീതിയിൽ കയറ്റേണ്ടതായിരുന്നു എന്നുള്ളത്. അതേസമയത്ത് അദ്ദേഹം കുറച്ച് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് ഒരു ഗവർണർ ചേർന്നതല്ല. ഗവർണറുടെ ഗവർണറായിരിക്കണം, നിഷ്പക്ഷനായിരിക്കണം. ഞാൻ മുമ്പ് മുമ്പ് പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ ലാവ്ലിൻ കേസിലെ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി ഗവർണർക്കാണ് CBI കൊടുത്തത്. അങ്ങനെ ഗവർണർ ഗവായി ആയിരുന്നു അന്ന്, ഗവായി എന്നെ ഓർമ്മ. അങ്ങനെ അവിടെ AK ആന്റണി വിളിച്ചു പറഞ്ഞിട്ട് പിണറായി വിജയൻ അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം വിവരം കിട്ടിയപ്പോൾ ഞാൻ പത്രസമ്മേളനം വിളിച്ചു, ഈ കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഗവർണർ ഗവായി പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു. മനസ്സിലായി? അപ്പോൾ ഗവർണർ ആർക്കെയും സ്വാധീനത്തിന് വഴങ്ങുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അനുമതി കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കണം ഗവർണർ. ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള, ഗവൺമെന്റിന് തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അതേസമയത്ത് അദ്ദേഹത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കോടികൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനെ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം വാങ്ങിയിട്ടില്ലേ പണം? തീർച്ചയായിട്ടും. അദ്ദേഹം ഗവൺമെന്റിന്റെ ദൂർത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ദൂർത്തനാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ രണ്ടുപേരും വശം വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അയാൾ എത്ര കോടി രൂപ വാങ്ങിയിട്ടുണ്ട് അവിടെ? അയാൾ ആ താല്പര്യമുള്ള സ്റ്റാഫിനെയല്ലേ കുത്തിക്കയറ്റിയത്? തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും ശരിയായ നടപടി കാണാൻ പറ്റില്ല. അതേസമയത്ത് വിദ്യാഭ്യാസപരമായി നിയമപരമായി നിലനിൽക്കുന്ന ആളുകളെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മറ്റേ മുസ്ലിം പരാമർശമൊക്കെ എടുത്ത് പൊക്കി അദ്ദേഹം അടിക്കുക, മലപ്പുറം പരാമർശമൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പുള്ളി എന്നെ വിമർശിക്കുകയൊക്കെ ചെയ്തു. ഈ മുഖ്യമന്ത്രി ഹിന്ദുവിൽ പത്രത്തിൽ വന്ന പത്രസമ്മേളനം, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരു പ്രതിപക്ഷത്തേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇദ്ദേഹം നിന്നത്. അതുകൊണ്ട് കുറെ ജനപ്രിയതയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആരിഫ് മുഹമ്മദ് ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ വിജയിച്ചു ഉറപ്പായിട്ടും. ഇവിടെ പിണറായി വിജയനെ അടിച്ചു വീഴ്ത്താൻ കഴിവുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ, പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ പെരുമാറിയിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഗവർണർ എന്നുള്ള പദവിയിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കാൻ പാടില്ലായിരുന്നു. അതേസമയത്ത് പിണറായി വിജയൻ എന്ത് തോന്നിയാസതിന് കൂട്ടി നിൽക്കുക എന്നുള്ളതല്ല വേണ്ടത്. അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ ശരിയായ രൂപത്തിൽ, നിയമപരമായ രൂപത്തിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഫയലുകളെ പിടിച്ചെക്കുന്ന എന്ത് അർത്ഥത്തിലാണ്? അതെ, തീർച്ചയായിട്ടും. ഏത് ഫില്ല് ആയിക്കോട്ടെ, അത് ശരിയാണ്, അത് ശരിയല്ല. ഭരണത്തെ സഹായിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ കടമ. അതെ, ഗവർണറുടെ ഡ്യൂട്ടി എന്താ? ഭരണത്തെ സഹായിക്കുക. അതേസമയത്ത് ഭരണത്തെ തിരുത്തുക എന്ന് പറയുന്ന കൂടിയല്ലേ. ഈ രണ്ട് കാര്യം അവർക്ക് ചെയ്യാം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിച്ച് ആളുകളെ ഗവൺമെന്റിനെ മുൾമുനയെ നിർത്തിക്കൊണ്ടുള്ള പരിപാടിയൊന്നും ശരിയല്ല എന്നുള്ളതാണ് നമുക്ക്. ഏതായാലും സാറ് പറഞ്ഞത് തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സാറിന്റെ നിരീക്ഷണമാണ്. ഏതായാലും അദ്ദേഹം പുതിയൊരു സ്ഥലത്തേക്ക് പോകും, നമുക്കൊരു പുതിയ ഗവർണർ വരുന്നു. സാറ് പറഞ്ഞ രാഷ്ട്രീയമാണോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുകൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, ഇനി നടക്കാൻ പോകുന്നത് CPM ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇതൊക്കെ മുകളിൽ നിന്നുള്ള നമ്മുടെ അമിത്ഷായുടെയും അമിത്ഷായുടെയും അതുപോലെ നമ്മുടെ നരേന്ദ്രമോദിയുടെയും ബ്രാൻഡ് അംബാസഡറാണ് പിണറായി വിജയൻ. ഇവിടെ BJP വളർത്താൻ വേണ്ടിയിട്ട് നിയമിച്ച് വെച്ചിരിക്കുകയാണ്. അത് പിണറായി വിജയൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന സൗകര്യങ്ങളെ കിട്ടി, കോടികൾ ഉണ്ടാക്കി. ഇനി കേസുകൾ രക്ഷപ്പെടണം. കേസുകൾ നഷ്ടപ്പെട്ട് ഈ 1.5 കൊല്ലം കൂടെ ഭരിച്ചിട്ട് ഇവിടുന്ന് മുങ്ങി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കേസിലും മകളെയും പിണറായിയും കുടുങ്ങിപ്പോകരുത്.
അപ്പോൾ അതിന് മുമ്പ് അവർ പറയുന്ന പ്രകാരം പാർട്ടിയെ ഹിന്ദു പാർട്ടിയാക്കി മാറ്റി RSSുമായി മാക്സിമം ആൾക്കാരെ അതിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് പിണറായി വിജയനുള്ളത്. അതിൻ്റെ പാതയിലാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കി. ഏതായാലും നമുക്ക് സാറിൻ്റെ നിരീക്ഷണം എങ്ങനെയാകുമെന്നുള്ളത് 2026 ഇലക്ഷനിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്ദി.